ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു നജാറിഫ് ജംഗ്ഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അതായത് 24 ജൂൺ 2026 ഷിഫ്റ്റ് 2 കൊമേഴ്സ് എക്സാം അനാലിസിസ് നടത്താനാണ് നമ്മൾ വിചാരിക്കുന്നത്. ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അനലൈസ് ചെയ്യുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പേപ്പർ 1 പറയുമ്പം കുറച്ചും കൂടി മോഡറേറ്റ് ഹാർഡ് ആയിട്ടാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സ് പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഷിഫ്റ്റ് 2 കൊമേഴ്സ് പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടെ PYQ റിപ്പീറ്റേഷനും ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. ക്രോണോളജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇയർ വൈസിൽ ക്രോണോളജിക്കലി ആക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് IMF അതിൻ്റെ ഇയറിൻ്റെ ബേസിസിൽ ക്രോണോളജിക്കലി ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറച്ച് ഉണ്ടായിരുന്നു. കൂടാതെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ഒന്നുപോലും ഉണ്ടായിരുന്നിട്ടില്ല. ആൻഡ് മിക്ക ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് കറക്റ്റായി പഠിച്ചവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റീഡിംഗ് കോംപ്രഹെൻഷനിൽ പോവുകയാണെങ്കിൽ പേപ്പർ 1 റീഡിംഗ് കോംപ്രഹെൻഷനും അതേപോലെ തന്നെ പേപ്പർ 2 2 റീഡിംഗ് കോംപ്രഹെൻഷനും ഉണ്ടായിരുന്നു. അതും ഈസി ടു മോഡറേറ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് പേപ്പർ 2 ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്നലെ ഒരുപാട് സബ്ജക്റ്റ് എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. കൊമേഴ്സ് അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ്. അതിൽ കൊമേഴ്സാണ് ഏറ്റവും കൂടുതൽ പേർ എഴുതിയിട്ടുള്ള എക്സാം. അതുപോലെ തന്നെ ഇന്നലെ നടന്ന കൊമേഴ്സ് എക്സാമിൽ ഷിഫ്റ്റ് 1 മോഡറേറ്റ് ടു ടഫായിട്ടാണ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നിയിട്ടുള്ളത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഷിഫ്റ്റ് 2 ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഷിഫ്റ്റ് 2 പേപ്പർ 1 ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ തിയറിന്ന് വന്നിട്ടുണ്ട്. ഒരു 8 കമ്മ്യൂണിക്കേഷൻ തിയറീസായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ICTയിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ, അതിൻ്റെ തിയറീൻ്റെ കൺസെപ്റ്റ് എന്താണ്, ആദ്യം വന്നത് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ എൻവയോൺമെൻറ്റിൽ നിന്നും ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ മെയിനായിട്ട് റേഷ്യോസും പെർസെൻറ്റേജും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് കുറച്ചും കൂടിയും മോഡറേറ്റ് ലെവലിലാണ് വന്നത് എന്നാണ് അറിഞ്ഞത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ മിക്സഡ് ഓപ്ഷൻസ് വരുന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓപ്ഷൻസ് മിക്സ് ആയിട്ട് തന്നിട്ട് അങ്ങനെ നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്, പിന്നെ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് സാമ്പിളിംഗ് ടൈപ്സിൽ നിന്ന് തന്നെ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിന്ന് വന്നിട്ടുണ്ട്. സിംഗിളായിട്ട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇൻ്റർപേഴ്സണൽ ഗ്രൂപ്പ് എക്സെട്ര. ദെൻ നാഷണൽ പാർക്ക് ആൻഡ് ലൊക്കേഷനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോജിക്കൽ റീസണിങ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത് ന്യായ ഫിലോസഫി അനുസരിച്ചിട്ട് നമ്മളോട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫീച്ചേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ ഫാലസീസ് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുണ്ടായിരുന്നു. സിലോജിസം ഉണ്ടായിരുന്നു. പിന്നെ ICTന്ന് ചാൾസ് ബാബേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് കമ്പ്യൂട്ടറാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ICTയിൽ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് RAM, CPU, ഹാർഡ്വെയർ അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ NEP റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ പാറ്റേൺ പേപ്പർ 2 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും മോഡറേറ്റ് ഹാർഡായിരുന്നു. കൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെയിനായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ചെയ്യുന്നത്. സോ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് കുറച്ചും കൂടിയും മാനേജബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും പേപ്പർ 1. നിങ്ങൾക്ക് എങ്ങനെ പേപ്പർ 1 എക്സ്പീരിയൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് പേപ്പർ 2 പാറ്റേൺ. ദ ഓവറോൾ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. മോസ്റ്റ് കാൻഡിഡേറ്റ്സും ക്വസ്റ്റ്യൻസ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് കോൺസെപ്റ്റിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ ഈസി ആയിട്ട് JRF വരെ നേടാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ്
ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ട് പ്രീവിയസ് ഇയർ UGC നെറ്റ് എക്സാമിനേഷനിൽ തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് തന്നെയാണ് PYQ പ്രാക്ടീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം. ദെൻ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സിൽ നിന്നാണെങ്കിൽ യു ഷേപ്ഡ് കർവ് ഏതൊക്കെയാണ്, ഒളിഗോപോളി മാർക്കറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, സ്കിമ്മിങ് പ്രൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതൊക്കെ ഡയറക്റ്റായിട്ടായിരുന്നു വന്നത്. ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കാണപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, അതിൻ്റെ ഇയേഴ്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റിങ്ങിൽ നിന്നും വൗച്ചിങ് റിലേറ്റഡ് ക്വസ്റ്റ്യനും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും ASEAN WTO സാർക്ക് എന്നിവയുടെ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആം ലെങ്ത് പ്രൈസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ക്വസ്റ്റ്യൻ വന്ന്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഒരുപാട് സെക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ യൂണിലാറ്ററൽ റിലീഫിൻ്റെ സെക്ഷൻ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധികം ക്വസ്റ്റ്യനുകളും നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന എക്സാമിലെ സ്ട്രക്ചറും ഫെമിലിയർ കോൺസെപ്റ്റും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UGC നെറ്റ് ഇൻക്രീസിംഗ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ കോൺസെപ്റ്റിനെ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കോൺസെപ്റ്റിന് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ അനലിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറൈസിങ് എലോൺ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ആൻസർ കീ വരാനോ അല്ലെങ്കിൽ റിസൾട്ട് വരാനോ കാത്തിരിക്കരുത്. ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിർത്തി വെക്കരുത്. വീണ്ടും നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ട് നിൽക്കുക. ഈ എക്സാമിന് അല്ലെങ്കിൽ വേറൊരു എക്സാമിന് നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല ഇനി ഈ എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഡിസംബർ എക്സാമിലേക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ റിവിഷൻ നടത്തിക്കൊണ്ടേ നിൽക്കുക. പിന്നെ ഈ എക്സാം പാറ്റേണിലൂടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് നന്നായിട്ട് ക്ലാരിറ്റി വരുത്തി പഠിക്കണം. അതായത് മെമ്മറൈസ് ചെയ്ത് ജസ്റ്റ് നമ്മൾ വായിച്ച് പോകുന്നതിന് പകരം നമ്മൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ദെൻ രണ്ടാമത്തേത് PYQ പ്രാക്ടീസ് നമ്മൾ നന്നായിട്ട് ചെയ്യണം. ഇന്നലത്തെ എക്സാമിന് തന്നെ PYQ നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള, അതായത് PYQ പ്രാക്ടീസ് ചെയ്തത് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഉണ്ട് ഡിസംബറിൽ 2026 ഡിസംബറിൽ തന്നെ വീണ്ടും എക്സാം വരുന്നുണ്ട്. അതിലേക്ക് PYQ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പേപ്പർ 2 കോർ സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഹൈ സ്കോറിങ് ഏരിയാസുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാകും. അക്കൗണ്ട്, എക്കണോമിക്സ്, ബിസിനസ് ലോസ്, ഇൻ്റർനാഷണൽ ബിസിനസ് ഒക്കെ പോലുള്ള. അപ്പം അങ്ങനത്തെ സബ്ജക്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, പേപ്പർ 1 കുറച്ച് പഠിക്കുക, പേപ്പർ 2 കുറേ പഠിക്കുക, അങ്ങനെ പഠിക്കരുത്. രണ്ടും ഒരേ ലെവലായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം. സോ അത് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും, ഒരു പേപ്പർ ടഫാകുമ്പോൾ മറ്റേതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അത് നമ്മുടെ മാർക്കിനെ നമുക്ക് ഹയസ്റ്റ് ആയിട്ട് ബാധിക്കും. പിന്നെ കാൽക്കുലേഷൻസൊക്കെ നമ്മൾ അധികം ലാസ്റ്റിലേക്ക് വെക്കുക, റീഡിങ് കോംപ്രഹെൻഷൻസൊക്കെ ലാസ്റ്റിലേക്ക് വെക്കുക. അല്ല നമുക്ക് പെട്ടെന്ന് കഴിയും എന്നുണ്ടെങ്കിൽ, അതായത് ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വായിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിലേ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നമുക്കതിന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് വെക്കുക. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇരിക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. സോ ഇത്രയൊക്കെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ഫോക്കസ് ചെയ്താലും നമുക്ക് ഉറപ്പായിട്ടും നെറ്റ് അല്ലെങ്കിൽ JRF കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്തായാലും നിങ്ങൾ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങുക, കോൺസെപ്റ്റ് പഠിക്കുക, PYQ പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ പേപ്പർ 2 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.